ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോഡ് ലേണർ. ഈ ഒരു വീഡിയോക്കകത്ത് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് സി പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യുന്ന ഫയലിൻ്റെ ഒരു കൺസെപ്റ്റാണ്. അതായത് നമ്മൾ ഇതുവരെ പഠിച്ച കൺസെപ്റ്റിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട് ഇതിനകത്ത്. ഫയൽ സ്റ്റോറേജ് മെത്തേഡ്. ഇതുവരെ നമ്മൾ പഠിച്ച മെത്തേഡ് അനുസരിച്ച് ഒരു വേരിയബിളിനകത്ത് ഒരു വാല്യൂ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇൻറ്റ് എ ഈക്വൽ ടു 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 100 എന്നുള്ള വാല്യൂ കമ്പ്യൂട്ടറിൻ്റെ പ്രൈമറി മെമ്മറിയിലാണ് വാല്യൂ സ്റ്റോർ ചെയ്യുക. അത് നിങ്ങൾ ആ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മെമ്മറിയിൽ നിന്ന് ആ വാല്യൂ ഡിലീറ്റ് ആയി പോകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത് അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പഴയ പ്രോഗ്രാമിൻ്റെ വാല്യൂ ആക്സസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഫയലിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഫയലിനകത്ത് നിങ്ങൾക്ക് വാല്യൂസ് പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ വാല്യൂ സ്റ്റോർ ചെയ്യുന്നത് സെക്കൻഡറി മെമ്മറിയിലാണ് വാല്യൂ സ്റ്റോർ ചെയ്യുക. അതായത് ഹാർഡ് ഡിസ്കിനകത്താണ് വാല്യൂ സ്റ്റോർ ചെയ്യുക. അതായത് ഫയലിൻ്റെ കൺസെപ്റ്റ് യൂസ് ചെയ്ത് നിങ്ങൾ പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് കമ്പ്യൂട്ടറിൻ്റെ സെക്കൻഡറി മെമ്മറിയിലായിരിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻറ്റ് എ ഈക്വൽ ടു 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വാല്യൂ സ്റ്റോർ ചെയ്യുന്നത് പ്രൈമറി മെമ്മറിയിലാണ്, അല്ലെങ്കിൽ റാമിനകത്താണ് വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് ഇവിടെ ചെയ്യുന്നത്, ഫയലിൻ്റെ കൺസെപ്റ്റിൽ ചെയ്യുന്നത്, വാല്യൂ സ്റ്റോർ ചെയ്യുന്നത് ഹാർഡ് ഡിസ്കിനകത്തായിരിക്കും. അപ്പോൾ നിങ്ങൾക്കറിയാം ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡറി മെമ്മറിയാണ്. നിങ്ങൾക്ക് സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാലും സിസ്റ്റം രണ്ടാമത് ഓപ്പൺ ചെയ്യുമ്പോഴും ആ പഴയ വാല്യൂ അവിടെ തന്നെ ഉണ്ടാകും. ആ ഒരു കൺസെപ്റ്റിൽ എങ്ങനെ പ്രോഗ്രാം ചെയ്യാന്നുള്ളതാണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഡാറ്റ ഫയലിൻ്റെ കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫയലിനെ പെർമനൻ്റ് ആയിട്ട് കമ്പ്യൂട്ടറിൻ്റെ സെക്കൻഡറി മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. സോ എ ഫയൽ ഈസ് എ പ്ലേസ് ഓൺ ദ ഡിസ്ക്, നോട്ട് ഓൺ ദി പ്രൈമറി മെമ്മറി, വെർ എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ഡാറ്റ ഈസ് സ്റ്റോർഡ് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് എ ഡാറ്റ ഫയൽ. ഇനി നമുക്ക് ഒരു സി പ്രോഗ്രാമിനകത്ത് ഫയൽ ഓപ്പറേഷൻസ് എങ്ങനെയൊക്കെ പെർഫോം ചെയ്യാം, അല്ലെങ്കിൽ എന്തൊക്കെ ഫംഗ്ഷൻസ് യൂസ് ചെയ്തിട്ട് ഫയലിൻ്റെ മേലെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ഫംഗ്ഷനാണ് എഫ് ഓപ്പൺ ഫംഗ്ഷൻ. അതായത് ഒരു ഫയൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് എഫ് ഓപ്പൺ. അപ്പോൾ അതിനകത്ത് ആർഗ്യുമെൻ്റ് ആയിട്ട് നിങ്ങൾ ഏത് ഫയലാണ് ഓപ്പൺ ചെയ്യേണ്ടത് ചില ഫയൽ സ്പെസിഫൈ ചെയ്യേണ്ടി വരും. സോ എഫ് ഓപ്പൺ ഫംഗ്ഷൻ ക്രിയേറ്റ്സ് എ ന്യൂ ഫയൽ, ഓപ്പൺസ് ആൻ എക്സിസ്റ്റിംഗ് ഫയൽ. അതായത് നിങ്ങളെ കമ്പ്യൂട്ടറിൽ നിങ്ങൾ പ്രോഗ്രാം ചെയ്യുന്ന ലൊക്കേഷനകത്ത് അങ്ങനെ ഒരു ഫയൽ ഇല്ല എന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ എഫ് ഓപ്പൺ ഓഫ് test.txt. അപ്പോൾ test.txt എന്നുള്ള ഒരു ഫയൽ നിങ്ങളെ ഡ്രൈവിനകത്ത് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ മെമ്മറിയിൽ ഹാർഡ് ഡിസ്കിനകത്ത് അങ്ങനെ ഒരു ഫയൽ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഫയൽ ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് അത് ഓപ്പൺ ചെയ്യും. ഇനി സപ്പോസ് നിങ്ങൾക്ക് ആ ഫയൽ അവിടെ എക്സിസ്റ്റിംഗ് ആണെങ്കിൽ ആ ഫയലിനെ ഓപ്പൺ ചെയ്യും. അപ്പോൾ നിങ്ങൾ എഫ് ഓപ്പൺ ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് ഏത് മോഡിലാണ് ഓപ്പൺ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കണമെന്ന് നമുക്ക് പിന്നീട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്ത ഫയലിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് എഫ് ക്ലോസ്. ദെൻ എഫ് ഗെറ്റ് സി ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് ഒരു സിംഗിൾ ക്യാരക്ടർ ഫയലിൽ നിന്ന് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഒരു ഫയൽ എന്ന് പറഞ്ഞാൽ ഒരു ടെക്സ്റ്റ് ഫയലായിരിക്കും. നോർമലി പല ടൈപ്പ് ഫയൽസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ടെക്സ്റ്റ് ഫയലിൻ്റെ കേസാണ്. അപ്പോൾ നിങ്ങളൊരു വേർഡ് ഡോക്യുമെൻറ്റിനകത്ത് കുറേ കണ്ടന്റ് അല്ലെങ്കിൽ സം ടെക്സ്റ്റ് നിങ്ങൾ ഇൻപുട്ട് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് കുറേ ടെക്സ്റ്റുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അതിനകത്ത് ഓരോ ക്യാരക്ടർ റീഡ് ചെയ്യാൻ, ഒരു സിംഗിൾ ക്യാരക്ടർ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എഫ് ഗെറ്റ് സി ഫംഗ്ഷൻ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഫയലിനകത്തോട്ട് ഒരു സിംഗിൾ ക്യാരക്ടർ എഴുതണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഫ് പുട്ട് സി ഫംഗ്ഷൻ യൂസ് ചെയ്യും. ഇനി പറയാൻ പോകുന്ന രണ്ട് ഫംഗ്ഷന് എഫ് പ്രിൻ്റ്എഫും എഫ് സ്കാൻഎഫും ആണ്. ഇത് നോർമലി യൂസ് ചെയ്യുന്നത് ഫോർമാറ്റഡ് ഫംഗ്ഷൻസ് ആയിട്ടാണ്. അതായത് നിങ്ങൾക്ക് ഇൻറ്റിജർ വാല്യൂ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ അല്ലെങ്കിൽ ക്യാരക്ടർ ഇതുപോലുള്ള വാല്യൂ അതേ ഫോർമാറ്റിൽ തന്നെ ഫയലിനകത്തോട്ട് റൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫയലിൽ നിന്ന് റീഡ് ചെയ്യണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക് ഫയലിനകത്ത് സേവ് ചെയ്യണമെന്ന് കരുതുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ റോൾ നമ്പർ 1 മാർക്ക് ഈക്വൽ ടു 100. അപ്പോൾ ആ ഒരു ഫോർമാറ്റിൽ സേവ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ റോൾ നമ്പർ 1 എന്നുള്ളൊരു ഇൻറ്റിജർ വാല്യൂ ആണ്. അതുപോലെ മാർക്ക് ഈക്വൽ ടു 100 എന്നുള്ളതും ഒരു ഇൻറ്റിജർ വാല്യൂ ആണ്. 100 എന്നുള്ളത് ഇൻറ്റിജർ വാല്യൂ ആണ്. അപ്പോൾ ഇവിടെ മാർക്ക് എന്നുള്ളത് സ്ട്രിങ് ആണ്, 100 എന്നുള്ളത് ഇൻറ്റിജർ ആണ്. അപ്പോൾ അത് അതേ ഫോർമാറ്റിൽ തന്നെ നിങ്ങൾക്ക് വാല്യൂസ് ഒരു ഫയലിനകത്ത് സേവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എഫ് പ്രിൻ്റ്എഫ് യൂസ് ചെയ്യണം. അതായത് ഫയലിനകത്തോട്ട് പ്രിൻ്റ് ചെയ്യാൻ. സാധാരണ പ്രിൻ്റ്എഫ് യൂസ് ചെയ്യുക മോണിറ്ററിനകത്തോട്ട് പ്രിൻ്റ് ചെയ്യാനാണ്. ഇവിടെ ഫയലിനകത്തോട്ട് പ്രിൻ്റ് ചെയ്യാൻ. അതിൻ്റെ മീനിങ് ഫയലിനകത്തോട്ട് റൈറ്റ് ചെയ്യാൻ. അതുപോലെ ഫയലിൽ നിന്ന് ഫോർമാറ്റഡ് ആയിട്ട് വാല്യൂസ് റീഡ് ചെയ്യണമെങ്കിൽ എഫ് സ്കാൻഎഫ് യൂസ് ചെയ്യും. ഓക്കെ, നോർമൽ സ്കാൻഎഫ് യൂസ് ചെയ്യുന്നത് കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യാനാണ്. ഇവിടെ എഫ് സ്കാൻഎഫ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഫയലിൽ നിന്ന് റീഡ് ചെയ്യാനാണ്. പിന്നെയുള്ള 3 ഫംഗ്ഷൻസ് ആണ് എഫ് സീക്ക്, എഫ് ടെൽ, റിവൈൻഡ്. ഈ 3 ഫംഗ്ഷൻസ് നോർമലി യൂസ് ചെയ്യുക റാൻഡം ആക്സസ് മെത്തേഡിന് വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങൾക്ക് ഫയലിൽ നിന്ന് ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ നിന്ന് വാല്യൂ റീഡ് ചെയ്യണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് 10ാമത്തെ ക്യാരക്ടർ റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 20ാമത്തെ ക്യാരക്ടർ ഫയലിൽ നിന്ന് റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 3 മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ എഫ് സിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സെറ്റ്സ് ദ പൊസിഷൻ ഓഫ് ടു എ ഡിസയേർഡ് പോയിന്റ് ഇൻ ദി ഫയൽ. അതായത്
ഫയലിനകത്തൊരു ഇന്റേണൽ പോയിന്റർ ഉണ്ടായിരിക്കും. സാധാരണ നിങ്ങൾ ടെക്സ്റ്റ് ഫയലിലൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു കഴ്സർ കാണാം. ഇതുപോലെ കഴ്സർ ഇന്റേണലി ഫയലിനകത്ത് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ പൊസിഷനിലോട്ട് ആ കഴ്സർ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് എഫ് സീക്ക് ഫംഗ്ഷൻ യൂസ് ചെയ്യുക. എഫ് ടെൽ യൂസ് ചെയ്യുക കറണ്ട് പൊസിഷൻ എവിടെയെന്നുള്ള ആ കഴ്സറിന്റെ കറണ്ട് പൊസിഷൻ എവിടെയെന്നുള്ളത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് എത്രാമത്തെ ക്യാരക്ടറിന്റെ താഴെയാണ് ആ കഴ്സർ ഉള്ളതെന്നുള്ള കറണ്ട് പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് എഫ് ടെൽ യൂസ് ചെയ്യുക. റിവൈൻഡ് യൂസ് ചെയ്യുക ആ കഴ്സറിനെ ഫയലിന്റെ സ്റ്റാർട്ടിങ്ങിലോട്ട് തന്നെ ജമ്പ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് റിവൈൻഡ് ഫംഗ്ഷൻ യൂസ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഫയൽ ഓപ്പൺ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇവിടെ ഫയൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ നിങ്ങളൊരു ഫയൽ പോയിന്റർ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് ടൈപ്പ് ഫയലാണ്. സോ ഫയൽ *FT. അപ്പോൾ ഇവിടെ ഒരു ഫയൽ പോയിന്റർ ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഫയൽ പോയിന്റർ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഫയൽ ഓപ്പൺ ചെയ്യുക. സെയിം ഫയൽ പോയിന്റർ തന്നെ യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഫയൽ ക്ലോസ് ചെയ്യാനും അതുപോലെ ഫയലിൽ നിന്ന് റീഡ് ചെയ്യാനും. അപ്പോൾ ഇവിടെ ഫയൽ ഓപ്പൺ ചെയ്യാനുള്ള ഫംഗ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. സോ FP = fopen of ഫയൽ നെയിം പറഞ്ഞു കൊടുക്കുക. ദെൻ ഏത് മോഡിൽ ഓപ്പൺ ചെയ്യണം എന്നുള്ളതും പറഞ്ഞു കൊടുക്കുക. മെയിനായിട്ട് നമുക്ക് 3 മോഡ് ഓഫ് ഓപ്പറേഷൻസ് ആണുള്ളത്: റീഡ്, റൈറ്റ്, അപ്പൻഡ്. അതെന്താണെന്നുള്ളത് നമുക്ക് അടുത്ത സ്ലൈഡിൽ പറയാം. സോ FP = fopen of ഫയൽ നെയിം. ഇവിടെ നിങ്ങൾ ഫസ്റ്റ് ആർഗ്യുമെന്റ് നിങ്ങൾ ഫയൽ നെയിം അല്ലെങ്കിൽ ആ കറസ്പോണ്ടിങ് പാത്ത്, ഫയലിന്റെ പാത്ത് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ FP = fopen of test.txt, നിങ്ങൾക്ക് റൈറ്റ് മോഡിലാണ് ഓപ്പൺ ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ W എന്ന് പറഞ്ഞു കൊടുക്കും. റീഡ് മോഡിലാണ് ഓപ്പൺ ചെയ്യണമെങ്കിൽ റീഡ് എന്ന് R എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പൻഡ് മോഡാണെങ്കിൽ A എന്ന് പറഞ്ഞു കൊടുക്കും. ഈ 3 മോഡ് എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സ്ലൈഡിൽ നമുക്ക് പറയാം. അപ്പോൾ ഇങ്ങനെ എത്ര ഫയൽസ് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫയലിനെ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും ഈ ഒരു fopen ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട്. ഇനി ഇതിനകത്ത് പറയുന്നത് മെയിനായിട്ട് ബേസിക്കായിട്ട് ഈ 3 മോഡ് ഓഫ് ഓപ്പറേഷൻസ് ആണുള്ളത്: റീഡ്, റൈറ്റ്, അപ്പൻഡ്. റീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയലിൽ നിന്ന് കണ്ടന്റ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഫയൽ ഓൾറെഡി അവിടെ എക്സിസ്റ്റിംഗ് ആണ്, അതിനകത്ത് കുറച്ച് ടെക്സ്റ്റ് ഉണ്ട്. ആ ടെക്സ്റ്റ് നമുക്ക് ഫയലിൽ നിന്ന് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് R മോഡ് അല്ലെങ്കിൽ റീഡ് മോഡ് യൂസ് ചെയ്യുക. W എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയലിനകത്തോട്ട് കണ്ടന്റ് റൈറ്റ് ചെയ്യാനാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് എഡിറ്റിംഗ് അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് W യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ W മോഡ് ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഫയലിനകത്ത് ചിലപ്പം കണ്ടന്റ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഓൾറെഡി ഉള്ള കണ്ടന്റിനെ ഡിലീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, പുതുതായിട്ടാണ് റൈറ്റ് ചെയ്യുക. അപ്പൻഡ് മോഡ് ആണെങ്കിൽ ഫയലിനകത്ത് ഓൾറെഡി എക്സിസ്റ്റിംഗ് കണ്ടന്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് കൊണ്ട് എക്സ്ട്രാ ഇൻഫർമേഷൻ ആഡ് ചെയ്യുകയാണ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് പുതുതായിട്ട് എന്തെങ്കിലും റൈറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് എക്സ്ട്രാ ആഡ് ചെയ്യുകയാണ് ചെയ്യുക. ഇനി R+ മോഡ് ഉണ്ട്, W+ മോഡ് ഉണ്ട്, A+ മോഡ് ഉണ്ട്. R+ എന്ന് പറഞ്ഞാൽ റീഡ് ആൻഡ് റൈറ്റ് മോഡ്. അതായത് R+ മോഡിലാണ് നിങ്ങൾ ഫയൽ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫയലിനെ റീഡ് ചെയ്യുകയും ചെയ്യാം, റൈറ്റ് ചെയ്യുകയും ചെയ്യാം. പക്ഷെ അവിടെ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ R+ ആണെന്നുണ്ടെങ്കിൽ ഫയൽ അവിടെ എക്സിസ്റ്റിംഗ് ആയിരിക്കണം. ഫയൽ എക്സിസ്റ്റിംഗ് ആയിരിക്കണം. ആ എക്സിസ്റ്റിംഗ് ആയ ഫയലിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീഡ് ചെയ്യുകയും ചെയ്യാം, അതുപോലെ ആ ഫയലിനകത്തോട്ട് റൈറ്റ് ചെയ്യുകയും ചെയ്യാം. ഇനി W+ മോഡ് ആണെന്നുണ്ടെങ്കിൽ ഫയൽ അവിടെ എക്സിസ്റ്റ് ചെയ്തോണമെന്ന് നിർബന്ധമൊന്നുമില്ല. എക്സിസ്റ്റിംഗ് അല്ലാന്നുണ്ടെങ്കിൽ ഫയലിനെ അവിടെ പുതുതായിട്ടൊരു ഫയലിനെ ക്രിയേറ്റ് ചെയ്യും, അത് എന്നിട്ട് റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്യും, അതുപോലെ റീഡ് മോഡിലും ആ സെയിം ഫയലിനെ ഓപ്പൺ ചെയ്യാം. ഇനി A+ മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൻഡ് മോഡ്. അതായത് അപ്പൻഡ് മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഫയൽ ഓൾറെഡി അവിടെ എക്സിസ്റ്റിംഗ് ആണ്, അതിനകത്ത് കണ്ടന്റ് അപ്പൻഡ് ചെയ്യാം. സെയിം കേസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സെയിം ഫയലിന് റീഡ് ചെയ്യാനും പറ്റും. അതാണ് A+ മോഡ്. ഇനി ഓൾറെഡി ഓപ്പൺ ചെയ്ത ഒരു ഫയലിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് fclose. അപ്പോൾ അവിടെ ആർഗ്യുമെന്റ് ആയിട്ട് നിങ്ങൾ FP എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ FP എന്നുള്ള പോയിന്റർ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഏത് ഫയലാണോ ഓപ്പൺ ചെയ്തിട്ടുള്ളത് ആ ഫയലിനെയാണ് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ FP = fopen of test.txt, R എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ test.txt എന്നുള്ള ഫയലിനെ റീഡ് മോഡിലാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സെയിം ഫയലിനെ ക്ലോസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, fclose of FP. അപ്പോൾ ഇവിടെ FP എന്നുള്ളത് ഫയൽ പോയിന്റർ ആണ്, യൂസറിന് ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കാം. പക്ഷേ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഓൾറെഡി ഓപ്പൺ ചെയ്ത ഫയലിനെയാണ് ക്ലോസ് ചെയ്യേണ്ടത്. അപ്പോൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഏത് പോയിന്റർ ആണോ യൂസ് ചെയ്തത് സെയിം പോയിന്റർ നെയിം തന്നെ ഇവിടെ കൊടുക്കണം. ഇനി ഫയലിനകത്തോട്ട് ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഒരു സ്ട്രിങ് റൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫയലിൽ നിന്ന് ഒരു സ്ട്രിങ് റീഡ് ചെയ്യുക. ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന 2 ഫംഗ്ഷനാണ് fgetters-ഉം fputters-ഉം. സപ്പോസ് നിങ്ങൾക്ക് ഒരു ഫയലിനകത്തോട്ട് ഹലോ എന്നുള്ളൊരു സ്ട്രിങ് റൈറ്റ് ചെയ്യണം. അപ്പോൾ റൈറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഫയലിനെ ഫസ്റ്റ് W മോഡിൽ ഓപ്പൺ ചെയ്യണം. സോ FP = fopen of ഫയൽ നെയിം പറഞ്ഞു കൊടുക്കുക, W. ദെൻ അതിൽ നിന്നൊരു സ്ട്രിങ് റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ fgetters ഫംഗ്ഷൻ യൂസ് ചെയ്യും. fgetters. അപ്പോൾ ഗെറ്റ് ചെയ്യേണ്ടത് സ്ട്രിങ് എങ്ങോട്ടാണോ എന്നുള്ള ആ സ്ട്രിങ് വേരിയബിൾ പറഞ്ഞു കൊടുക്കുക. ദെൻ ഇൻഡ് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ടു ബി റീഡ്, എത്ര ക്യാരക്ടർ ഫയലിൽ നിന്ന് റീഡ് ചെയ്യണമെന്നുള്ളത്. ആ റീഡ് ചെയ്ത ക്യാരക്ടറിനെ ഈ ഒരു സ്ട്രിങ്ങിനകത്തോട്ടാവും സേവ് ചെയ്യുക. ദെൻ മൂന്നാമത്തെ ആർഗ്യുമെന്റ് ഏത് ഫയലിൽ നിന്നാണ് റീഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതായത് FP ആ ഫയൽ പോയിന്റർ പറഞ്ഞു കൊടുക്കുക. ഇതിനെല്ലാം എക്സാമ്പിൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അതുപോലെ fputters ഫംഗ്ഷൻ ഉണ്ട്, ഫയലിനകത്തോട്ട് കണ്ടന്റ് റൈറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാൻ. fputters of
സ്ട്രിങ് കോമ എഫ് പി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൈറ്റ് ചെയ്യേണ്ട സ്ട്രിങ് എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് ഏത് ഫയലിനകത്തോട്ട് റൈറ്റ് ചെയ്യണമെന്നുള്ളതും പറഞ്ഞു കൊടുക്കുക. അതേപോലെ തന്നെ ഒരു ഫയലിൽ നിന്ന് ഒരു സിംഗിൾ ക്യാരക്ടറാണ് നിങ്ങൾക്ക് റീഡ് ചെയ്യേണ്ടതെങ്കിൽ എഫ് ഗെറ്റ് സി ഫംഗ്ഷനാണ് യൂസ് ചെയ്യുക. ഒരു സ്ട്രിങ് ആണെങ്കിൽ എഫ് ഗെറ്റ് എസ് യൂസ് ചെയ്യും, ക്യാരക്ടർ ആണെങ്കിൽ എഫ് ഗെറ്റ് സി ഫംഗ്ഷൻ യൂസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ സിൻടാക്സ് ഇതാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങളൊരു ക്യാരക്ടർ വേരിയബിളിന് പറഞ്ഞു കൊടുക്കണം ഈക്വൽ ടു എഫ് ഗെറ്റ് സി ഓഫ് എഫ് പി. സോ എഫ് പി എന്നുള്ള ഫയലിൽ നിന്ന് ഒരു സിംഗിൾ ക്യാരക്ടർ റീഡ് ചെയ്യണം. ആ റീഡ് ചെയ്ത ക്യാരക്ടർ ഈ ഒരു വേരിയബിളിനകത്തോട്ട് സേവ് ചെയ്യണം. ഇതേപോലെ ഒരു സിംഗിൾ ക്യാരക്ടർ ഫയലിനകത്തോട്ട് റൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഫ് ബുട്ട് സി ഫംഗ്ഷനാണ് യൂസ് ചെയ്യുക. ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് നിങ്ങൾ ഏത് ക്യാരക്ടറാണോ നിങ്ങൾക്ക് ഫയലിനകത്തോട്ട് റൈറ്റ് ചെയ്യേണ്ടത് ആ ഫയൽ പറഞ്ഞു കൊടുക്കുക. സെക്കൻഡ് ആർഗ്യുമെൻറ്റ് ആ ഫയൽ പോയിന്ററും പറഞ്ഞു കൊടുക്കുക. അടുത്തത് പറയാനുള്ളത് എൻഡ് ഓഫ് ഫയൽ ക്യാരക്ടറിനെ പറ്റിയിട്ടാണ്. അതായത് എൻഡ് ഓഫ് ഫയൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഫയലിൻ്റെ എൻഡ് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് EOF ക്യാരക്ടർ അല്ലെങ്കിൽ എൻഡ് ഓഫ് ഫയൽ ക്യാരക്ടർ. നിങ്ങളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് ആ ഫയലിൻ്റെ എൻഡിൽ ഒരു ക്യാരക്ടർ കൊണ്ട് ഇൻസേർട്ട് ചെയ്യും. ഇപ്പോൾ നമ്മൾ സ്ട്രിങ്ങിൻ്റെ കൺസെപ്റ്റ് പറഞ്ഞപ്പോൾ ഒരു നൾ ക്യാരക്ടറിൻ്റെ കേസ് പറഞ്ഞു. അതായത് സ്ട്രിങ്ങിൻ്റെ എൻഡ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു നൾ ക്യാരക്ടർ ഓട്ടോമാറ്റിക്കായിട്ട് കമ്പൈലർ ഇൻസേർട്ട് ചെയ്യും. ഇതേപോലെ നിങ്ങളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയലിൻ്റെ എൻഡിലൊരു എൻഡ് ഓഫ് ഫയൽ ക്യാരക്ടർ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസേർട്ട് ചെയ്യും. അത് നിങ്ങൾ പ്രോഗ്രാമിനകത്ത് മാനുവലി ചെയ്യേണ്ട, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ആ ഒരു എൻഡ് ഓഫ് ഫയൽ ക്യാരക്ടർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫയലിൻ്റെ എൻഡ് എത്തിയോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. സപ്പോസ് നിങ്ങൾ ഫയലിൽ നിന്ന് ഓരോ ക്യാരക്ടർ ബൈ ക്യാരക്ടർ റീഡ് ചെയ്യുകയാണെങ്കിൽ ആ റീഡ് ചെയ്ത ക്യാരക്ടർ EOF ക്യാരക്ടർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻഡ് ഓഫ് ഫയൽ ക്യാരക്ടർ ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഫയലിൻ്റെ എൻഡ് എത്തിയോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ ആസ്കി വാല്യൂ വരുന്നത് 26 ആണ്. അപ്പോൾ തൽക്കാലം നമുക്ക് ഈ ഒരു ഫയലിൻ്റെ കൺസെപ്റ്റോടെ സ്റ്റോപ്പ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പ്രോഗ്രാംസ് കുറച്ചൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ഒരു ഫയലിൻ്റെ ഒരു പ്രോഗ്രാം ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ലിനക്സിൽ ടെർമിനൽ യൂസ് ചെയ്തിട്ടാണ് പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ ഫയലിൻ്റെ കൺസെപ്റ്റിൽ പറഞ്ഞത് ഫയൽ സ്റ്റോർ ചെയ്യുന്നത് കമ്പ്യൂട്ടറിൻ്റെ സെക്കൻഡറി മെമ്മറിയിലായിരിക്കും. അപ്പോൾ നമുക്ക് ഫയലിനകത്തോട്ട് ഒരു സ്ട്രിങ് റൈറ്റ് ചെയ്യാൻ പ്രോഗ്രാം ഫസ്റ്റ് ചെയ്ത് നോക്കാം. സോ ഇനീഷ്യലി നമ്മുടെ ഡയറക്ടറിക്കകത്ത് ഫയൽ കണ്ടൻസ് ഒന്നുമില്ല. അപ്പോൾ നമുക്കൊരു ഫയൽ ഒരു സി പ്രോഗ്രാം ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. vi ഫയൽ റൈറ്റ് ഡോട്ട് സി എന്നൊരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാം. സോ ഹാഷ് ഇൻക്ലൂഡ് stdio.h hash include stdlib.h void main. നമുക്കൊരു ഫയൽ പോയിന്റർ ക്രിയേറ്റ് ചെയ്യണം. സോ ഫയൽ സ്റ്റാർ fp ഫയൽ ഓപ്പൺ ചെയ്യാം. സോ fp ഈക്വൽ ടു f ഓപ്പൺ ഓഫ്. ആർഗ്യുമെൻ്റ് ആയിട്ട് ഫസ്റ്റ് പറയേണ്ടത് നിങ്ങൾ ഏത് ഫയലാണോ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യേണ്ടത് ആ ഫയൽ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇവിടെ test.txt എന്നൊരു ഫയലാണ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് റൈറ്റ് മോഡിലാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ test.txt എന്നുള്ള ഫയൽ അവിടെ എക്സിസ്റ്റിംഗ് അല്ലെങ്കിൽ ആ ഫയൽ അവിടെ ക്രിയേറ്റ് ആവും, പുതിയൊരു ഫയൽ ക്രിയേറ്റ് ആവും. test.txt എന്ന പേരിലുള്ള ഒരു ഫയൽ ക്രിയേറ്റ് ആവും. എന്നിട്ട് ആ ഫയലിനെ റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്യും. ഇനി സപ്പോസ് ആ ഫയൽ അവിടെ എക്സിസ്റ്റിംഗ് ആണെങ്കിൽ ആ ഫയലിനെ റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്യും. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഫയൽ അവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ fp ഈക്വൽസ് നൾ ആണെങ്കിൽ നമുക്ക് പറയാം നോട്ട് ഏബിൾ ടു ഓപ്പൺ എന്നൊരു മെസ്സേജ് പ്രിന്റ് ചെയ്യിപ്പിക്കാം. സോ നോട്ട് ഏബിൾ ടു ഓപ്പൺ ദ ഫയൽ ആ ഒരു മെസ്സേജ് അവിടെ പ്രിന്റ് ചെയ്യിപ്പിക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഫയലിനകത്തോട്ടൊരു സ്ട്രിങ് റൈറ്റ് ചെയ്യിക്കണം. സോ ഫയലിനകത്തോട്ട് സ്ട്രിങ് റൈറ്റ് ചെയ്യാൻ fputters എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. fputters ഒരു സ്ട്രിങ് ഫയലിനകത്തോട്ട് റൈറ്റ് ചെയ്യാൻ. ഞാൻ സ്ട്രിങ് എന്താണെന്നുള്ളത് അല്ലെങ്കിൽ എന്ത് മെസ്സേജ് ആണോ നിങ്ങൾക്ക് ഫയലിനകത്തോട്ട് റൈറ്റ് ചെയ്യിക്കേണ്ടത് അത് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഈ ഒരു മെസ്സേജാണ് നമ്മൾ ഫയലിനകത്തോട്ട് റൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് ആർഗ്യുമെൻ്റ് ആയിട്ട് ഏത് ഫയലിനകത്തോട്ട് റൈറ്റ് ചെയ്യണമെന്നുള്ളത്. ഇവിടെ നമ്മൾ fp എന്നുള്ള ഫയൽ പോയിന്റർ യൂസ് ചെയ്ത് ഒരു ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ ആ ഫയൽ പോയിന്റർ ഇവിടെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അങ്ങോട്ട് വേണം, ആ ഒരു ഫയലിനകത്തോട്ട് വേണം ഫയലിനെ റൈറ്റ് ചെയ്യാൻ. അതിനുശേഷം നമുക്ക് ആ ഫയൽ ക്ലോസ് ചെയ്യാം. close ഓഫ് fp ആ ഫയൽ പോയിന്റർ യൂസ് ചെയ്ത് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇത്രയായി കഴിഞ്ഞാൽ ഈ ഹലോ വെൽക്കം എന്നുള്ള ഈ ഒരു സ്ട്രിങ്ങിനെ ഈ ഒരു test.txt എന്നുള്ള ഫയലിനകത്തോട്ട് റൈറ്റ് ചെയ്യും. നമുക്കിതൊന്ന് കമ്പൈൽ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. സോ cc ഫയൽ റൈറ്റ് ഡോട്ട് സി സക്സസ്ഫുൾ കമ്പൈലേഷൻ ആണ്. അപ്പോൾ ഇനിയിപ്പോൾ ls അടിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫയൽ റൈറ്റ് ഡോട്ട് സി എന്ന് പറഞ്ഞ ഫയലുണ്ട്, നമ്മുടെ സി പ്രോഗ്രാം ഉണ്ട്. ദെൻ അത് റൺ ചെയ്യാനുള്ള a.out എന്നുള്ള ഫയലുണ്ട്. അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ ഒരു ഫയലും കൂടി ക്രിയേറ്റ് ആവും. test.txt എന്നൊരു ഫയൽ ക്രിയേറ്റ് ആവും. അതിനകത്ത് ഹലോ വെൽക്കം എന്നുള്ള മെസ്സേജ് റൈറ്റ് ചെയ്യും. അത് നമ്മൾ സി പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് റൈറ്റ് ചെയ്യും. ഇനി ഒന്ന് ls അടിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും test.txt എന്നുള്ള ഫയൽ അവിടെ ക്രിയേറ്റ് ആയി. നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം.
test.txt. നമ്മൾ പ്രോഗ്രാം യൂസ് ചെയ്ത് C പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് ഹലോ വെൽക്കം എന്നുള്ള ഒരു സ്ട്രിങ് അല്ലെങ്കിൽ മെസ്സേജ് test.txt എന്നുള്ള ഫയലിനകത്തോട്ട് റൈറ്റ് ചെയ്യാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വേറൊരു പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് ഈ test.txt എന്നുള്ള ഫയലിനകത്തുള്ള കണ്ടന്റ് എങ്ങനെ റീഡ് ചെയ്യാന്നുള്ളത് നോക്കാം. സോ നമുക്കൊരു ഫയൽ വേറൊരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാം. ഫയൽ റീഡ് എന്ന പേരുള്ള ഒരു ഫയൽ ഒരു C പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാം. #include stdio.h #include stdlib.h void main ഫയൽ പോയിന്റർ ക്രിയേറ്റ് ചെയ്യണം. ഫയൽ *fp. ഇവിടെ നമ്മുടെ എയിം ഫയലിൽ നിന്ന് കണ്ടന്റ് ഒരു സ്ട്രിങ്ങിനകത്തോട്ട് റീഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു സ്ട്രിങ്ങിനകത്തോട്ട് റീഡ് ചെയ്യണം, ഒരു ക്യാരക്ടർ അറേയിലോട്ട് റീഡ് ചെയ്യണം. സോ ഞങ്ങൾക്ക് ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്യാം. char s ഓഫ് തൽക്കാലം 100 ലൊക്കേഷൻസ് ഉള്ള ഒരു ക്യാരക്ടർ അറേ ക്രിയേറ്റ് ചെയ്യാം. ഇനി ഫയൽ ഓപ്പൺ ചെയ്യണം. fp f ഓപ്പൺ ഓഫ് ഫസ്റ്റ് ആർഗ്യുമെന്റ് ഏത് ഫയലാണോ നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത് ആ ഫയൽ പറഞ്ഞു കൊടുക്കുക. test.txt എന്ന ഫയൽ ഓൾറെഡി അവിടെ എക്സിസ്റ്റിംഗ് ആണ്. അപ്പോൾ റീഡ് മോഡിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ആ ഫയൽ അവിടെ എക്സിസ്റ്റിംഗ് ആയിരിക്കണം. അപ്പോൾ തൊട്ട് മുമ്പത്തെ പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് നമ്മൾ test.txt എന്നുള്ള ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഹലോ വെൽക്കം എന്നുള്ള മെസ്സേജും പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഫയലിൽ നിന്ന് ആ ഒരു സ്ട്രിങ് റീഡ് ചെയ്തിട്ട് മോണിറ്ററിൽ പ്രിന്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ ചെക്ക് ചെയ്ത് നോക്കാം ഫയൽ ഓപ്പൺ ചെയ്യാൻ പറ്റിയിരിക്കണോ ഇല്ല എന്നുള്ളത്. ഇത് നിർബന്ധമുള്ള കേസല്ല ഈ ഒരു സ്റ്റേറ്റ്മെന്റ് if കണ്ടീഷൻ കൊടുക്കുന്നത്. if fp equals null ആണെങ്കിൽ printf not able to open the file അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഫയലിൽ നിന്ന് കണ്ടന്റ് റീഡ് ചെയ്യണം. ഇപ്പോൾ നേരത്തെ നമ്മൾ f പുട്ടസ് യൂസ് ചെയ്തിട്ട് ഫയലിനകത്തോട്ട് ഒരു സ്ട്രിങ് റൈറ്റ് ചെയ്തു. അതിന് നേരെ റിവേഴ്സ് ആക്ഷൻ ആണ് f ഗെറ്റസ്. ഫയലിൽ നിന്ന് ഒരു സ്ട്രിങ് ഗെറ്റ് ചെയ്യണം. അപ്പോൾ അതിൽ ഫസ്റ്റ് ആർഗ്യുമെന്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത് എങ്ങോട്ട് ഗെറ്റ് ചെയ്യണം എന്നുള്ളത്, അല്ലെങ്കിൽ ഫയലിൽ നിന്ന് സ്ട്രിങ് റീഡ് ചെയ്തിട്ട് എങ്ങോട്ട് സ്റ്റോർ ചെയ്യണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു സ്ട്രിങ് അറയിലോട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. സോ അത് ഫസ്റ്റ് ആർഗ്യുമെന്റ് ആയി എസ് പറഞ്ഞു കൊടുക്കുക. സെക്കൻഡ് ആർഗ്യുമെന്റ് എത്ര നമ്പർ ഓഫ് ബൈറ്റ്സ് അല്ലെങ്കിൽ എത്ര ക്യാരക്ടേഴ്സ് റീഡ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. തൽക്കാലം നമുക്ക് ഒരു 20 ക്യാരക്ടർ റീഡ് ചെയ്യാം. ആ ഒരു ഫയലിൽ നിന്ന് 20 ക്യാരക്ടർ റീഡ് ചെയ്യാം. ഹലോ വെൽക്കം എന്ന് പറയുമ്പോൾ അറൗണ്ട് 20 ക്യാരക്ടേഴ്സ് ഒക്കെ വരുന്നുണ്ടാവുള്ളൂ. ദെൻ മൂന്നാമത്തെ ആർഗ്യുമെന്റ് ആയിട്ട് എവിടെ നിന്ന് റീഡ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. ഇവിടെ നമുക്ക് റീഡ് ചെയ്യേണ്ടത് test.txt എന്നുള്ള ഫയലിൽ നിന്നാണ് റീഡ് ചെയ്യേണ്ടത്. അത് റീഡ് ചെയ്യാനേ നമ്മൾ fp എന്നുള്ള ഫയൽ പോയിന്റർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മൂന്നാമത്തെ ആർഗ്യുമെന്റ് ആയി fp പറഞ്ഞു കൊടുക്കുക. ദെൻ ആ ഫയലിനെ ക്ലോസ് ചെയ്യുക. റീഡ് മോഡിൽ ഓപ്പൺ ചെയ്ത ഫയലിനെ ക്ലോസ് ചെയ്യുക. സോ f ക്ലോസ് ഓഫ് fp. ഇത്ര ആയി കഴിഞ്ഞാൽ ആ ഫയലിൽ നിന്ന് സ്ട്രിങ് റീഡ് ചെയ്യും. റീഡ് ചെയ്തിട്ട് എസ് എന്നുള്ള ആ ഒരു വേരിയബിളിനകത്ത് അല്ലെങ്കിൽ ക്യാരക്ടർ അറയിലോട്ട് അത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ എസിനകത്ത് എന്താണോ കണ്ടന്റ് ഉള്ളതെന്ന് ഇവിടെ നിന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. സോ printf ഒന്നെങ്കിൽ ഈ എൽസിനുള്ളിൽ പ്രിന്റ് ചെയ്യാം, അല്ലെങ്കിൽ എൽസിന് പുറത്ത് വന്നിട്ട് പ്രിന്റ് ചെയ്യാം. എൽസിന്റെ പുറത്ത് വന്ന് പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ ഫയൽ ഓപ്പൺ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ എറർ കാണിക്കും. നമുക്ക് ഇവിടെ തന്നെ പ്രിന്റ് ചെയ്യണം ബെറ്റർ. സോ ദ കണ്ടന്റ് ഫ്രം ദി ഫയൽ ഈസ് %s എസിനകത്ത് വന്നിട്ടുണ്ടായിരിക്കും. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. കമ്പൈൽ ചെയ്യാം. cc ഫയൽ read.c സക്സസ്ഫുൾ കമ്പൈലേഷൻ ആണ്. ഒന്ന് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈ test.txt എന്നുള്ള ഫയലിനകത്ത് ആ സ്ട്രിങ് എടുത്തിട്ട് എന്ത് ചെയ്യണം, അത് മോണിറ്ററിൽ പ്രിന്റ് ചെയ്യണം. സോ ദ കണ്ടന്റ് ഫ്രം ദി ഫയൽ ഈസ് ഹലോ വെൽക്കം എന്നുള്ള 20 ക്യാരക്ടേഴ്സ് ആണ് പ്രിന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഫയലിൽ നിന്ന് കണ്ടന്റ് റീഡ് ചെയ്യാനുള്ള പ്രോഗ്രാം. ഇനി നമുക്ക് ഫയലിനകത്തോട്ട് കണ്ടന്റ് അപ്പൻഡ് ചെയ്യാനുള്ളൊരു പ്രോഗ്രാം ചെയ്ത് നോക്കാം. അതായത് അപ്പൻഡ് മോഡിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ, അതായത് ഓൾറെഡി ഫയലിനകത്ത് കണ്ടന്റ് ഉണ്ട്, അതോടുകൂടെ കുറച്ച് സ്ട്രിങ് അപ്പൻഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു പ്രോഗ്രാം ചെയ്ത് നോക്കാം. സോ vi ഫയൽ append.c. void main file pointer fp. നമുക്ക് ഫയലിനെ ഓപ്പൺ ചെയ്യാം. fp f ഓപ്പൺ ഓഫ്. ഓൾറെഡി നമ്മുടെ അടുത്ത് ഫയലുണ്ട് test.txt.
txt എന്നൊരു ഫയലുണ്ട്. അതിൽ ഹലോ വെൽക്കം എന്നുള്ളൊരു സ്ട്രിങ് ഉണ്ട്. അതിന് നമ്മൾ അപ്പൻഡ് മോഡൽ ഓപ്പൺ ചെയ്യുകയാണ്. സോ ഇഫ് fp ഈക്വൽസ് നള്ളാണെങ്കിൽ നമുക്ക് പറയാം ഫയൽ ഓപ്പൺ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന്. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ എന്തെങ്കിലും ഇഷ്യൂ അല്ലെന്നുണ്ടെങ്കിൽ ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. സോ നോട്ട് ഏബിൾ ടു ഓപ്പൺ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യിപ്പിക്കാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഫയലിനകത്തോട്ട് കണ്ടൻറ്റ് റൈറ്റ് ചെയ്യിക്കണം. അപ്പോൾ അത് അപ്പൻഡ് മോഡലാണ് നമ്മൾ റൈറ്റ് ചെയ്യിക്കുന്നത്. സോ എഫ് പുട്ടസ് ഓഫ് ഒരു സ്ട്രിങ്ങിനെയാണ് നമ്മൾ പുട്ട് ചെയ്യുന്നത്. നമുക്ക് ബൈ എന്നുള്ളൊരു മെസ്സേജും കൂടി പ്രിൻ്റ് ചെയ്യിക്കാം, അല്ലെങ്കിൽ റൈറ്റ് ചെയ്യിക്കാം. സെക്കൻഡ് ആർഗ്യുമെൻറ്റ് എങ്ങോട്ട് റൈറ്റ് ചെയ്യണമെന്നുള്ളത് ആ ഫയൽ പോയിൻ്റർ പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം ആ ഫയൽ ക്ലോസ് ചെയ്യാം. എഫ് ക്ലോസ് ഓഫ് എഫ് പി. ഒന്ന് റൺ ചെയ്ത് നോക്കാം. cc ഫയൽ append ഡോട്ട് സി സക്സസ്ഫുൾ കമ്പൈലേഷൻ ആണ്. സോ ഇനീഷ്യലി ഫയലിനകത്ത് ടെസ്റ്റ് ഡോട്ട് ടി എക്സ് എന്ന ഫയലിനകത്ത് ഹലോ വെൽക്കം എന്നുള്ള സ്ട്രിങ് ആണ് ഉണ്ടായിരുന്നത്. നമ്മുടെ എയിം ടെസ്റ്റ് ഡോട്ട് ടി എക്സ് സി അപ്പൻഡ് മോഡൽ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് ബൈ എന്നുള്ളൊരു മെസ്സേജ് അപ്പൻഡ് ചെയ്യാണ്. ഇനി റൺ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് വീണ്ടും ആ ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റും ആ ബൈ എന്നുള്ള സ്ട്രിങ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്ട്രിങ്ങിൻ്റെ കൂടെ അപ്പൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ക്യാരക്ടർ, ഇപ്പോൾ ഇവിടെ നമ്മൾ സ്ട്രിങ് വെച്ചിട്ടാണ്, ഒരു സ്ട്രിങ് ആണ് ഫയലിനകത്തോട്ട് റൈറ്റ് ചെയ്തതും അതുപോലെ ഒരു ഫയലിൽ നിന്ന് ഒരു സ്ട്രിങ് ആണ് റീഡ് ചെയ്തതും. അപ്പോൾ ഇനി ഓരോ ക്യാരക്ടർ ബൈ ക്യാരക്ടർ എങ്ങനെ ഫയലിനകത്തോട്ട് റൈറ്റ് ചെയ്യാന്നുള്ളതൊന്ന് നോക്കാം. നമുക്ക് തൽക്കാലം ആ സെയിം പ്രോഗ്രാം തന്നെ ഒന്ന് എഡിറ്റ് ചെയ്യാം. ഫയൽ റൈറ്റ് ഡോട്ട് സി എന്നുള്ള ആ സെയിം പ്രോഗ്രാം തന്നെ എഡിറ്റ് ചെയ്യാം. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വേണം. വോയിഡ് മെയിൻ ഫയൽ പോയിൻ്റർ ഫയൽ റൈറ്റ് മോഡൽ ഓപ്പൺ ചെയ്യുക. ദെൻ എഫ് പി ഈക്വൽസ് നള്ളാണെങ്കിൽ നോട്ട് ഏബിൾ ടു ഓപ്പൺ. ഇവിടെ നമുക്ക് അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നമുക്കൊരു സ്ട്രിങ് ക്യാരക്ടർ ബൈ ക്യാരക്ടറായിട്ട് ഫയലിനകത്തോട്ട് റൈറ്റ് ചെയ്യണം. സ്ട്രിങ് ആയിട്ട് റൈറ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് ഓരോ ക്യാരക്ടർ ബൈ ക്യാരക്ടർ റൈറ്റ് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് ഒരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യിപ്പിക്കാം. എൻ്റർ ദ string to the file. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഓൾറെഡി ടെസ്റ്റ് ഡോട്ട് ടി എക്സ് എന്നുള്ള ഫയലുണ്ട്. അത് റൈറ്റ് മോഡിലാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്യുമ്പോൾ നേരത്തെ ഫയലിനകത്ത് ഉണ്ടായിരുന്ന കണ്ടൻറ്റ് എല്ലാം അവിടുന്ന് ഡിലീറ്റ് ആയി പോകും. എന്നിട്ട് പുതിയൊരു കണ്ടൻറ്റാണ് ഇനി അതിനകത്തോട്ട് റൈറ്റ് ആവുക. പക്ഷേ അപ്പൻ മോഡിലാണെങ്കിൽ ഓൾറെഡി ഉണ്ടായിരുന്ന കണ്ടൻറ്റ് അവിടെ ഉണ്ടാവും. അതോടുകൂടെ കോൺകാറ്റിനേറ്റ് ചെയ്ത് വരികയാണ് ചെയ്യുക. സോ വൈൽ ഒരു ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഓരോ ക്യാരക്ടർ കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യാം. അപ്പോൾ ക്യാരക്ടർ കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യാൻ സി ഈക്വൽ ടു ഗെറ്റ് കാർ എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. ഗെറ്റ് കാർ കീബോർഡിൽ നിന്ന് ഒരു സിംഗിൾ ക്യാരക്ടർ റീഡ് ചെയ്യാൻ ഗെറ്റ് കാർ എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഗെറ്റ് കാർ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഒരു ക്യാരക്ടർ റീഡ് ചെയ്യും. അത് സി എന്നുള്ള വേരിയബിളിനകത്തോട്ട് സ്റ്റോർ ചെയ്യും. അപ്പോൾ അങ്ങനെ റീഡ് ചെയ്തത് നോട്ട് ഈക്വൽ ടു ഒരു എൻ്റർ കീ ആണെങ്കിൽ, അതായത് എൻ്റർ കീ നിങ്ങൾ പ്രസ് ചെയ്യുന്നിടത്തോളം എന്ത് ചെയ്യും, ഓരോ ക്യാരക്ടർ റീഡ് ചെയ്യും. സോ നോട്ട് ഈക്വൽ ടു /n ആണെങ്കിൽ എന്ത് ചെയ്യണം, അതിനെ ഫയലിനകത്തോട്ട് റൈറ്റ് ചെയ്യണം ആ സിംഗിൾ ക്യാരക്ടറിന്. അതിനാണ് എഫ് പുട്ട് സി യൂസ് ചെയ്യുക. എഫ് പുട്ട് സി. സോ എഫ് പുട്ട് സി യൂസ് ചെയ്തിട്ട് റീഡ് ചെയ്ത ആ ക്യാരക്ടറിനെ ആ ഫയലിനകത്തോട്ട് റൈറ്റ് ചെയ്യിക്കണം. ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും /n അതായത് എൻ്റർ കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഈ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആകണം. അപ്പോൾ നോട്ട് ഈക്വൽ ടു /n ആണെങ്കിൽ എന്ത് ചെയ്യണം, ആ ക്യാരക്ടറിനെ ഫയലിനകത്തോട്ട് റൈറ്റ് ചെയ്യണം. സപ്പോസ് നിങ്ങൾ എൻ്റർ കീ പ്രസ് ചെയ്തെന്ന് കരുതുക. അപ്പോൾ ഈ ലൂപ്പിൽ നിന്ന് പുറത്ത് വരും. പുറത്ത് വന്നിട്ട് എന്ത് ചെയ്യണം, അത് ഫയലിനെ ക്ലോസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ചെയ്യാനുള്ളൂ. അപ്പോൾ അത് കാരണം നിങ്ങൾക്ക് ഇവിടെ കേളി ബ്രാക്കറ്റ് ഇടേണ്ട ആവശ്യമില്ല. ലൂപ്പിന് കേളി ബ്രാക്കറ്റ് ഇടേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇനി ആ ഫയലിനെ ക്ലോസ് ചെയ്യുക. ഫയലിനെ ക്ലോസ് ചെയ്തു. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. cc ഫയൽ റൈറ്റ് ഡോട്ട് സി. ഓക്കെ, ആ ക്യാരക്ടർ സി എന്നുള്ള ക്യാരക്ടർ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഡിക്ലെയർ ചെയ്യണം. ഒന്നുകൂടി കമ്പൈൽ ചെയ്യാം. സ്ക്രീൻ ക്ലിയർ ചെയ്യാം. ഫസ്റ്റ് സക്സസ്ഫുൾ കമ്പൈലേഷനാണ്. ഒന്ന് റൺ ചെയ്യാം. റൺ ചെയ്യുമ്പോൾ എൻ്റർ ദ സ്ട്രിങ് ടു ദ ഫയൽ. ഹലോ എന്നുള്ളൊരു സ്ട്രിങ് ഫയലിനകത്തോട്ട് റൈറ്റ് ചെയ്യാം. എൻ്റർ കീ അടിക്കുകയാണെങ്കിൽ ആ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആകും.
ഇനി നമുക്ക് ആ ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ test.txt എന്ന ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ക്യാരക്ടർ ഈ ഒരു മോഡിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, നമ്മളൊരു ബ്രാക്കറ്റ് മിസ്സിംഗ് ആയിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് ആ ഫയലിനകത്തോട്ട് ഓരോ ക്യാരക്ടർ ബൈ ക്യാരക്ടർ ഒരു ലൂപ്പ് യൂസ് ചെയ്തിട്ട് റൈറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇനി ഇതിൻ്റെ നേരെ റിവേഴ്സ് ആക്ഷനും ചെയ്ത് നോക്കാം. അതായത് ഫയലിൽ നിന്ന് കണ്ടൻറ്റ് എന്ത് ചെയ്യണം, ഓരോ ക്യാരക്ടർ ബൈ ക്യാരക്ടറായിട്ട് റീഡ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് നേരത്തെ നമ്മൾ ഓൾറെഡി ചെയ്ത ഫയൽ റീഡ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിനെ ഒന്ന് എഡിറ്റ് ചെയ്യാം. ഫയൽ read.c എന്ന് പറഞ്ഞ പ്രോഗ്രാമിനെ എഡിറ്റ് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള വേരിയബിൾസ് എല്ലാം ഡിക്ലെയർ ചെയ്യണം. സോ ഫയൽ പോയിൻ്റർ വേണം. ദെൻ ക്യാരക്ടർ റീഡ് ചെയ്തിട്ട് നമുക്കൊരു സ്ട്രിങ്ങിനകത്തോട്ട് റീഡ് ചെയ്തെടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ക്യാരക്ടർ അറയിലോട്ട്, അല്ലെങ്കിൽ ഇവിടെ ക്യാരക്ടർ ഒരു സിംഗിൾ ക്യാരക്ടറാണ് റീഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ അറയുടെ ആവശ്യമില്ല. ഇപ്പോൾ സിംഗിൾ ക്യാരക്ടർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക. ദെൻ ഫയലിനെ റീഡ് മോഡിൽ ഓപ്പൺ ചെയ്യുക. test.txt എന്നുള്ള ഫയലിനെ റീഡ് മോഡിൽ ഓപ്പൺ ചെയ്യുക. ഇവിടെ സ്ട്രിങ് അല്ല റീഡ് ചെയ്യുന്നത്, ഓരോ ക്യാരക്ടർ ബൈ ക്യാരക്ടറാണ് റീഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒരു മെസ്സേജ് ആദ്യം പ്രിൻറ്റ് ചെയ്യാം. ദി കണ്ടൻസ് ഫ്രം ദി ഫയൽ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യിക്കാം. ദി കണ്ടൻസ് ഫ്രം ദി ഫയൽ ഈസ് എന്ന് പറഞ്ഞിട്ട് ദി കണ്ടൻസ് ഫ്രം ദി ഫയൽ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ഫസ്റ്റ് പ്രിൻ്റ് ചെയ്യാം. ഒരു ന്യൂ ലൈനും കൊടുക്കാം. അതിനുശേഷം ഒരു ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഓരോ ക്യാരക്ടർ ബൈ ക്യാരക്ടർ റീഡ് ചെയ്തെടുക്കണം. സോ വൈൽ c ഈക്വൽ ടു fgets എന്നുള്ള ഫംഗ്ഷൻ, fgetc എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഫയലിൽ നിന്നൊരു സിംഗിൾ ക്യാരക്ടർ റീഡ് ചെയ്യാം. അപ്പോൾ നേരത്തെ നമ്മൾ ഗെറ്റ് ക്യാർ യൂസ് ചെയ്തിട്ട് കീബോർഡിൽ നിന്നാണ് ക്യാരക്ടർ റീഡ് ചെയ്തത്. ഇവിടെ ഫയലിൽ നിന്ന് റീഡ് ചെയ്യാൻ, ക്യാരക്ടർ റീഡ് ചെയ്യാൻ fgetc ഫംഗ്ഷനാണ് യൂസ് ചെയ്യുക. fgetc ഓഫ് ആർഗ്യുമെൻ്റ് ആയിട്ട് ഫയൽ പോയിൻ്റർ പറഞ്ഞു കൊടുക്കുക, എവിടെ നിന്ന് റീഡ് ചെയ്യണമെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. ദെൻ വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു എൻഡ് ഓഫ് ഫയൽ ആണെങ്കിൽ, ആക്ച്വലി ഫയലിൻ്റെ ലാസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു എൻഡ് ഓഫ് ഫയൽ ക്യാരക്ടർ റൈറ്റ് ചെയ്യും. അപ്പോൾ അത് എത്തുന്നത് വരെ എന്ത് ചെയ്യണം, ഈ ലൂപ്പ് വർക്ക് ചെയ്യിക്കണം. അപ്പോൾ ഒരു ക്യാരക്ടർ ഇപ്പോൾ സീക്കകത്ത് വന്നിട്ടുണ്ടായിരിക്കും. അതെന്ത് ചെയ്യാം, നമുക്ക് സ്ക്രീനിന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. സ്ക്രീനിനകത്തോട്ട് പ്രിൻ്റ് ചെയ്യാം. പുട്ട് കെയർ ഓഫ് സി, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ പ്രിൻ്റ് ഓഫ് യൂസ് ചെയ്തിട്ട് പ്രിൻ്റ് ചെയ്യാം. പ്രിൻ്റ് ഓഫ് %c എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്രിൻ്റ് ചെയ്യാം. അപ്പോൾ ആ ക്യാരക്ടറിനെ അങ്ങോട്ട് പ്രിൻ്റ് ചെയ്തു, മോണിറ്ററിൽ പ്രിൻ്റ് ചെയ്തു. അതിനുശേഷം നമുക്ക് ആ ഫയലിന് ഫയൽ പോയിൻ്റർ ക്ലോസ് ചെയ്തു. ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. cc ഫയൽ read.c. ഓക്കെ, സക്സസ്ഫുൾ കമ്പൈലേഷൻ ആണ്. ഒന്ന് റൺ ചെയ്ത് നോക്കാം. ./a.out റൺ ചെയ്യുമ്പോൾ ദി കണ്ടൻസ് ഫ്രം ദി ഫയൽ എന്ന് പറഞ്ഞിട്ട് ആ ഹലോ എന്നുള്ള മെസ്സേജ് അവിടെ പ്രിൻ്റ് ആയിട്ടുണ്ട്. ഒരു ന്യൂ ലൈൻ കൂടി വെറുതെ ഒന്ന് പ്രിൻറ്റ് ചെയ്യിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് റിസൾട്ട് അവിടെ കാണാൻ പറ്റും. ഇനി അടുത്തത് നമുക്കൊരു ഫയലിനകത്തുള്ള കണ്ടൻറ്റ് വേറൊരു ഫയലിനകത്തോട്ട് എങ്ങനെ കോപ്പി ചെയ്യാനുള്ളത് നോക്കാം. അതായത് ഓൾറെഡി നമുക്കൊരു ഫയലുണ്ട്. ഫോർ എക്സാമ്പിൾ test.txt എന്ന ഫയൽ നമ്മുടെ കയ്യിലുണ്ട്. test.txt എന്ന ഫയലിനകത്ത് ഹലോ എന്നുള്ള ഒരു സ്ട്രിങ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ചും കൂടി കണ്ടൻറ്റ് ആഡ് ചെയ്യാം. വെൽക്കം, ഹലോ വെൽക്കം എന്നുള്ളൊരു സ്ട്രിങ് ഉണ്ടെന്ന് കരുതുക. നമുക്ക് ഈ ഫയലിനെ test.txt എന്നുള്ള ഫയലിൻ്റെ ഒരു കോപ്പി ഒരു C പ്രോഗ്രാം യൂസ് ചെയ്തിട്ടാണ് ക്രിയേറ്റ് ചെയ്യാനുള്ളത് നോക്കാം. നിങ്ങൾ സാധാരണ മൗസ് യൂസ് ചെയ്തിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാറുണ്ട്. അത് നിങ്ങൾക്കൊരു പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാനുള്ളതെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ പ്രോഗ്രാം ഒന്ന് ചെയ്ത് നോക്കാം. സോ vi ഫയൽ copy.c hash include stdio.h hash include stdlib.h void main ഫയൽ പോയിൻ്റർ ക്രിയേറ്റ് ചെയ്യാം. നമുക്കിവിടെ രണ്ട് ഫയൽ പോയിൻ്റർ വേണ്ടി വരും. ഒന്ന് സോഴ്സ് ഫയൽ, അതായത് test.txt എന്നുള്ള ഫയൽ ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഫയൽ പോയിൻ്റർ, അതായത് സോഴ്സ് ഫയൽ പോയിൻ്റർ. അതിന് തൽക്കാലം SFP എന്ന് വിളിക്കാം. രണ്ടാമത്തത് നമുക്ക് എങ്ങോട്ടാണോ പേസ്റ്റ് ചെയ്യേണ്ടത്, കണ്ടൻറ്റ് കോപ്പി ചെയ്ത് വേറെ ഫയലിനകത്തോട്ട് പേസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിനെ നമുക്ക് ഡെസ്റ്റിനേഷൻ ഫയൽ പോയിൻ്റർ എന്നിട്ട് വേറൊരു ഫയൽ പോയിൻ്ററിന് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് സോഴ്സ് ഫയൽ പോയിൻ്റർ യൂസ് ചെയ്തിട്ട് ആ ഫയലിനെ ഓപ്പൺ ചെയ്യണം. സോ f ഓപ്പൺ ഓഫ്, നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത്
test.txt എന്നുള്ള ഫയലിനെയാണ് ഓപ്പൺ ചെയ്യേണ്ടത്. അതിനെ റീഡ് മോഡിലാണ് ഓപ്പൺ ചെയ്യേണ്ടത്. അതായത് ഈ ഫയലിനകത്തു നിന്നുള്ള കണ്ടൻറ്റ് റീഡ് ചെയ്തിട്ട് വേറെ ഫയലിനകത്തോട്ട് റൈറ്റ് ചെയ്യാണ് വേണ്ടത്. സോ ഇഫ് sfp ഈക്വൽ ടു നൾ ആണെങ്കിൽ printf not able to open the file ആ ഒരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യിപ്പിക്കാം. ഓക്കെ, ഇനി അതുപോലെ ഡെസ്റ്റിനേഷൻ ഫയൽ ഓപ്പൺ ചെയ്യണം. dfp ഈക്വൽ ടു എഫ് ഓപ്പൺ ഓഫ്, നമുക്കൊരു പുതിയ ഫയലാണ് ഇനി ക്രിയേറ്റ് ചെയ്യേണ്ടത്, ന്യൂ ഫയൽ. ആ ഫയലിനകത്ത് test.txt എന്ന ഫയലിനകത്തുള്ള കണ്ടൻറ്റാണ് വരുത്തിക്കേണ്ടത്. സോ പുതിയ ഫയലിനെ നമ്മൾ റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്യണം. കാരണം ഇത് റീഡ് ചെയ്തിട്ട്, ഈ ഫയൽ റീഡ് ചെയ്തിട്ട് ഈ ഫയലിനകത്തോട്ട് റൈറ്റ് ചെയ്യാണ് വേണ്ടത്. സോ ഇഫ് dfp ഈക്വൽസ് നൾ ആണെങ്കിൽ printf not able to open the file. ഇനി നമുക്കൊരു ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് ഫയലിൽ നിന്ന്, അതായത് test.txt എന്നുള്ള ഫയലിൽ നിന്ന് ഓരോ ക്യാരക്ടർ റീഡ് ചെയ്യണം, അതിനെ സെക്കൻഡ് ഫയലിനകത്തോട്ട് റൈറ്റ് ചെയ്യണം. അതൊരു ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാം. സോ വൈൽ c ഈക്വൽ ടു എഫ് ഗെറ്റ് സി, അതായത് സോഴ്സ് ഫയലിൽ നിന്ന് ഒരു ക്യാരക്ടർ എടുക്കണം, വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു എൻഡ് ഓഫ് ഫയൽ ആവാനും പാടില്ല, എൻഡ് ഓഫ് ഫയൽ ആവാൻ പാടില്ല. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ആ എടുത്ത ക്യാരക്ടറിനെ എന്ത് ചെയ്യണം, ഡെസ്റ്റിനേഷൻ ഫയൽ പോയിൻ്ററിലോട്ട് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ ഫയലിലോട്ട് റൈറ്റ് ചെയ്യണം. എന്തിനാണ് റൈറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞങ്ങൾ ഫസ്റ്റ് ആർഗ്യുമെൻ്റായിട്ട് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ സി എന്നുള്ള ക്യാരക്ടറുടെ ഈ ലൂപ്പിലൂടെ റീഡ് ആയിട്ടുണ്ട്. ആ റീഡ് ചെയ്ത ക്യാരക്ടറിനെ ഡെസ്റ്റിനേഷൻ ഫയലിലോട്ട് റൈറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ആ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. ആ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഒരു printf കൊടുക്കാം. printf ഫയൽ കോപ്പീഡ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യിക്കാം, ഫയൽ കോപ്പീഡ്. ദെൻ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യാം. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ls അടിച്ച് കഴിഞ്ഞാൽ എനിക്കിവിടെ കാണാൻ പറ്റും, നമുക്ക് test.txt എന്നുള്ള ഫയലുണ്ട്, ന്യൂ ഫയൽ ക്രിയേറ്റ് ആയിട്ടില്ല. test.txt കണ്ടൻറ്റ് എന്താ ഉള്ളത്, test.txt ഹലോ വെൽക്കം എന്നുള്ള ഒരു സ്ട്രിങ് ആണുള്ളത്, ഹലോ വെൽക്കം എന്നുള്ള സ്ട്രിങ് ആണുള്ളത്. നമുക്ക് ആ പ്രോഗ്രാം ഒന്ന് കമ്പൈൽ ചെയ്യാം. സോ ഫയൽ copy.c, സി അൺഡിക്ലെയർഡ്, സി എന്നുള്ള വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടില്ല. സ്ക്രീൻ ഒന്ന് ക്ലിയർ ചെയ്യാം. cc ഫയൽ കോപ്പി ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഫയൽ കോപ്പീഡ് എന്നുള്ള മെസ്സേജ് വന്നു. നമുക്കൊന്ന് ls അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ എനിക്കിവിടെ കാണാൻ പറ്റും ന്യൂ ഫയൽ എന്ന് പറഞ്ഞ ഫയൽ അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിനകത്തുള്ള കണ്ടൻറ്റ് ഒന്ന് പോയി നോക്കാം എന്താണെന്നുള്ളത്. ന്യൂ ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ ലൂപ്പിലുള്ള മിസ്റ്റേക്കാണത്. ഓക്കെ, സ്ക്രീൻ ക്ലിയർ ചെയ്യാം, കമ്പൈൽ ചെയ്യാം. ഫയൽ കോപ്പി .c ബ്രാക്കറ്റ് എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഓക്കെ, സക്സസ്ഫുൾ കമ്പൈലേഷൻ ആണ്. ഒന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുമ്പോൾ ഫയൽ കോപ്പീഡ് എന്നുള്ളൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. നമുക്ക് ആ ഫയലൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ന്യൂ ഫയലൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. vi ന്യൂ ഫയൽ ഹലോ വെൽക്കം എന്നുള്ള ഒരു മെസ്സേജ് അങ്ങോട്ട് കോപ്പി ആയിട്ടുണ്ട്. ഇപ്പോൾ സി പ്രോഗ്രാമിംഗ് യൂസ് ചെയ്തിട്ടുള്ള ഫയലിൻ്റെ കൺസെപ്റ്റ് നമുക്ക് തൽക്കാലം ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.